ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡാസ് ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ആദ്യം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ ഒരു 2024 എല്ലാവർക്കും അടിപൊളിയാവട്ടെ. കറണ്ട് പോർട്ട്ഫോളിയോയിൽ നിന്ന് എല്ലാവരുടെയും 10x മിനിമം എങ്കിലും ആവണേ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു ന്യൂസിലേക്ക് പോകാം. ഇത് 2-3 ദിവസം മുമ്പ് വന്നതാണ്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ട്രാവലൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആയത്. എന്നാലും ആ ഒരു ന്യൂസ് കവർ ചെയ്യാണ്. 9ഓളം ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിൻ്റെ URLs ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അതിൽ ബിനാൻസ് അടക്കമുള്ള ടോപ്പ് എക്സ്ചേഞ്ച് ഉണ്ട്. ബിനാൻസ്, കുക്കോയിൻ, ഹോബി, ഗേറ്റ്.io, മെക്സെക് ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ FIUവിൻ്റെ ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. മണി ലോണ്ടറിങ് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ആരോപിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വലിയ എക്സ്ചേഞ്ചസ് ഒന്നും ഒരിക്കലും ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റിനെ വിട്ടുപോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർ റെഗുലേഷൻസും ഇതിനു വേണ്ടിയൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ ഈ ഒരു എക്സ്ചേഞ്ചസ് ഒക്കെ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കും. കാരണം ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ട്രേഡിംഗ് വോളിയം കൂടുതലും വരുന്നത് ചൈനയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നുമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരൊരിക്കലും ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇവിടെ നിന്ന് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ തിരിച്ചു വരും. എന്നാലും ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ലോങ് ടേം ഹോൾഡിങ്സ് എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കോയിന് അവരുടേതായ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിൽ ബിറ്റ് കോയിൻ്റെ തന്നെ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് വഴി മാത്രം ആ വാലറ്റിൽ മാത്രം സേവ് ചെയ്യുക. ബിറ്റ് കോയിൻ്റെ അഡ്രസ് വാലറ്റ്. ഇപ്പോൾ ബിറ്റ് കോയിൻ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലൂടെ ഗ്യാസ് ഫീസ് കുറവാന്ന് പറഞ്ഞിട്ട് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലൂടെ സേവ് ചെയ്ത് വെക്കേണ്ട. ഏറ്റവും ബെറ്റർ അതാത് കോയിൻ അതാത് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നാളെ മേലാകെ ബിനാൻസ് BEP20 എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ ഇഷ്യൂസ് റിട്രീവ് ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ അതാത് കോയിൻ അതാത് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതുവഴി സേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ ഏതായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 1-2 കൺഫേംഡ് എയർ ഡ്രോപ്പ് ഉണ്ട്. അതുകൂടാതെ ഒരു P2P ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ബിനാൻസിലൊക്കെ നിങ്ങൾ P2P ചെയ്യുമ്പോൾ പലരുടെയും അക്കൗണ്ട് ബ്ലോക്ക് ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. പിന്നെ ഇതല്ലാണ്ട് പല ടെലഗ്രാം ഗ്രൂപ്പുകൾ അല്ലാണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മെമ്പറാണ്. അപ്പോൾ അതിൽ കാണാം 1 ലക്ഷം ഫ്രീസായി, 2 ലക്ഷം ഫ്രീസായി, 50,000 ഫ്രീസായി എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്, റാംബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഈ ഒരു USDT ബൈയും സെല്ലും ചെയ്യാൻ പറ്റാവുന്ന ഒരു രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ USDT ബൈയും സെല്ലും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ INR ഉപയോഗിച്ചിട്ട്. എങ്ങനെയാണ് ബൈയും സെല്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഈ ഒരു KYCയും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് KYC ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി വാലിഡ് ആയിട്ടുള്ള രീതിയിൽ KYCയും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ INR ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റാംബോയ്സ് അക്കൗണ്ടിലേക്ക് ഇടുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് USDT വിഡ്രോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ USDTയിലേക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് INR ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇവരിലൂടെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് ഇവരുടെ പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. ഇവർ തന്നെയാവും വാങ്ങുന്നതും അതേപോലെ തന്നെ ഇവർ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ കയ്യിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസയും വരുന്നത്. പക്ഷേ അത് ബൈയും സെല്ലിനും രണ്ട് അക്കൗണ്ട് ആയിരിക്കണം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള OTC പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കാം. മൊബൈൽ ആപ്പും വരുന്നുണ്ട്. ഒന്നുമില്ല, USDT INR ആയിട്ട് കൺവേർട്ട് ചെയ്യാം, INR USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. iOS ഒക്കെ വരും ദിനങ്ങളിൽ വരുമായിരിക്കും. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റാണ്. ജസ്റ്റ് KYC ചെയ്യുക, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് USD വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ USDT ഇട്ടിട്ട് INR വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡാഷ്ബോർഡ് ഞാൻ പോയി കാണിച്ചാൽ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ബൈയും സെല്ലും ചെയ്യാനായിട്ട്. നെറ്റ് കുറച്ച് സ്ലോ ആണ്. ഞാൻ ഒന്ന് റിഫ്രഷ് അടിക്കട്ടോ. ഓക്കെ, അപ്പോൾ റീലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡിൽ ഇപ്പോൾ ബൈ പ്രൈസ് 90 സെൽ പ്രൈസ് 88.3. അപ്പോൾ ഏകദേശം 1.7 ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ സെല് ചെയ്യുമ്പോഴും ബൈ ചെയ്യുമ്പോഴും. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 9,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 99.76 USDT കിട്ടും. കാരണം അതിൽ റാംബോയ്സിൻ്റെ ഒരു 0.2% ഫീയും വരും, അതിൽ GSTയും വരും. അപ്പോൾ 21 റുപ്പീസ് ഇവരുടെ ഫീസ് വരും. എന്നാലും 90 രൂപ നല്ലതാണ്. ബൈനാൻസിൽ 91 മേലേക്കാണ് റേറ്റ്. ബൈനാൻസിലൂടെ ഇപ്പോൾ പലർക്കും പേടിയാണ് ഈ ഒരു P2P ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. സെല്ല് ചെയ്യാനാണെങ്കിൽ സെല്ല് ക്ലിക്ക് ചെയ്യുക, എത്ര USDT ഉണ്ടെന്ന് കൊടുക്കുക. 100 USDT ആണെങ്കിൽ 8,721. അപ്പോൾ ഇതിൽ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫീസ് 0.2, GST ഇത്രയും TDSും ഉണ്ട്. അപ്പോൾ TDS അടക്കം പിടിച്ചിട്ടാണ് ഇവർ ഈ ഒരു എമൗണ്ട് തരുന്നത്.
അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കുക. അപ്പോൾ ഇതിൽ ഒരു USDT വില എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TDS ഒക്കെ വരും. കാരണം നിങ്ങൾ KYC ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൽ ഇതിൻ്റെ ടാക്സിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഓക്കെ. പിന്നെ വാലറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എത്രത്തോളം ബാലൻസ് ഉണ്ടെന്നൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. പേയ്മെൻറ്റ് കാണാം. റെഫറിലൂടെ നിങ്ങൾക്ക് ഏർണിങ്സ് നേടാൻ പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പറൊക്കെ വേണം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബൈയും സെല്ലും ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഇവരുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങളൊരാൾക്കുമല്ല ഈ ഒരു കമ്പനിയിലേക്ക് പൈസ ഇട്ടിട്ട് അവരുടെ നിന്നാണ് USDT വാങ്ങുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി GST രജിസ്റ്റേർഡ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ബൈനാൻസിൽ നമ്മൾ അറിയാത്ത ഒരാളുടെ നിന്നാണ് P2P വഴി വാങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. 90 റുപ്പീസിന് ഇതിൽ അവൈലബിൾ ആണ്. 90.2 ഒക്കെ ആവും നമ്മൾ ഏതാണ്ട് ഈ ഒരു ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ലാത്ത റേറ്റാണ്. ബൈനാൻസിൽ 91 മേലൊക്കെ റേറ്റ് വരുന്നുണ്ട്. സെൽ പ്രൈസ് 88 റുപ്യയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഇതിലൂടെ സെല് ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിയുള്ള OTC ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, നോക്കാവുന്നതാണ്. ഏതായാലും താല്പര്യമുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് KYC ഒക്കെ ചെയ്തിട്ട് പേയ്മെൻറ്റ് ഇന്ന് വാങ്ങാവുന്നതാണ് കുറച്ച് ലീഗലായിട്ടുള്ള രീതിയിൽ. കാരണം നമ്മൾ TDS ഒക്കെ അടച്ചിട്ടാണ് പൈസ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതുകൂടാതെ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ ഉണ്ട്. വളരെ ഉള്ള സ്റ്റേജാണ്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ്. അവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. വളരെ ഉള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ള സ്റ്റേജാണ്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് DeFiയുടെ ടോക്കണെ കുറിച്ച് ഞാൻ വളരെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടുക, ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ടോക്കണിൻ്റെ ലിസ്റ്റിംഗ് കൺഫേം ആയിട്ടുണ്ട്. ജാനുവരി 27 തീയതിക്ക് മുമ്പ് ടോക്കൺ ലിസ്റ്റ് ആവും. ഇവരുടെ ക്വസ്റ്റ് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡെയിലി ചെയ്യേണ്ട കുറേ ടാസ്കുകളുണ്ട്. ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ട്വിറ്ററും വെരിഫൈ ചെയ്യുക, ഒരു ക്വസ്റ്റ് അനൗൺസ്മെൻറ്റ് അത് റീട്വീറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 650 ക്വസ്റ്റ് പോയിന്റ്സ് കിട്ടും. പിന്നെ ഡെയിലി ചെയ്യേണ്ട ബൗണ്ടീസ് ഒക്കെ ഉണ്ട്. പിന്നെ റെഫറലിനുണ്ട്. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ സോഷ്യൽ പ്രൊഫൈലൊക്കെ ഇതാക്കണതിന് പിന്നെ ഓരോ ടാസ്കുകൾ വെരിഫൈ ചെയ്യാറുണ്ട്. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്വസ്റ്റാണ്. മിസ് ഔട്ട് ആക്കണ്ട. ഒരുപാട് ഉപയോഗമുള്ള ടാസ്കുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കിട്ടും. $1,00,000 വർത്തായിട്ടുള്ള പ്രൈസസ് ആണ് കൊടുക്കുന്നത്. മിസ് ഔട്ട് ആക്കേണ്ട. ലീഡർ ബോർഡ് ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജിലാണ്. 1700 ടോപ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുക. ഓരോ ക്വസ്റ്റുകൾ ചെയ്തിട്ട് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ആദ്യത്തെ മാത്രമേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2, 3 ബാക്കിയുണ്ട്. പിന്നെ 4 അങ്ങനത്തെ. ഇപ്പോൾ ഓരോന്നോരോന്ന് ഇപ്പോൾ 31 തീയതി ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈവ് ആവും. അപ്പോൾ ഓരോന്ന് ഡെയിലി ചെയ്യുന്ന ടാസ്കുകളും ഉണ്ട്. മിസ് ഔട്ട് ആക്കണ്ട. എത്രത്തോളം പോയിന്റ് നേടുന്നു അത്രത്തോളം ബെസ്റ്റ്. ഇപ്പോൾ എനിക്ക് 650 പോയിന്റ് ആയിട്ടുണ്ട്. മിസ് ഔട്ട് ആക്കണ്ട. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് വീണ്ടും ഒരു കൺഫേംഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ആണ്. SQR ടോക്കൺ മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ. ഇത് Crypto.com, ബൈനാൻസ് ലാബ്സ് ഒക്കെ ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. 2.5 മില്യൺ SQR ടോക്കൺസ് ആണ് പ്രൈസ് പൂൾ ആയിട്ടുള്ളത്. 22 തീയതി സ്റ്റാർട്ട് ചെയ്തു. 5 തീയതി വരെ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസത്തിന് മേലെയായി. മിസ്സാക്കണ്ട. ലീഡർ ബോർഡിൽ 56,000 പോയിന്റ് നേടിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ബാക്കിലേക്ക് ആവില്ല. കാരണം ഈ ടാസ്കുകളൊക്കെ പലതും ഡെയിലി ടാസ്കുകളല്ല. ഓരോ ടാസ്കുകൾ ചെയ്യുന്നതനുസരിച്ച് പുതിയത് അൺലോക്ക് ആയി കിട്ടും. അപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ട് ടാസ്കുകളാണ്. നമ്മുടെ സീലിൽ ചെയ്യുന്ന അതേപോലെ തന്നെ കോയിൻ ലിസ്റ്റിലൂടെയാണ് ഇവരുടെ ടോക്കൺസ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. കോയിൻ ലിസ്റ്റിലൂടെയാണ് പല വലിയ വലിയ ടോക്കൺസ് വന്നേക്കുന്നത്. ചിലപ്പോൾ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സൊലാനൊക്കെ കോയിൻ ലിസ്റ്റിലൂടെ വന്ന ടോക്കണാണ്. അപ്പോൾ മിസ് ഔട്ട് ആകണ്ട. തീർച്ചയായിട്ടും പങ്കെടുക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് ഒരു 100 ടോക്കൺ കിട്ടിയാൽ മതി. ടോക്കണിൻ്റെ വില $1 ആണെങ്കിൽ പോലും $100 ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 0 ഗ്യാസ് ഫീ, 0 പൈസ ചിലവ് ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 2.5 മില്യൺ സ്ക്വയർ ടോക്കൺസ് ആണ് പ്രൈസ് പൂളിൽ വരുന്നത്. ഇവരുടെ തന്നെ സീലിലും പങ്കെടുക്കാൻ ശ്രമിക്കുക. മിസ് ഔട്ട് ആക്കണ്ട. രണ്ടിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിലും ഓരോ ടാസ്കുകൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ DeFiയുടെയും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ സീലിയുടെയും അതേപോലെ തന്നെ SQRൻ്റെയും 3ഉം ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാവുന്നതാണ്. മിസ് ഔട്ട് ആക്കണ്ട. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റാംപേഴ്സിലൂടെ നിങ്ങൾക്ക് P2P ചെയ്തിട്ട് USDT സെല്ലും ബൈയും ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. KYCയും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കണം. കാരണം TDS ഒക്കെ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് പൈസ തരാം. അത് നിങ്ങൾക്ക് ടാക്സേഷനൊക്കെ വേണ്ടി ഹെൽപ്പും ചെയ്യും. ഓക്കെ. അപ്പോൾ ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.